കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ആരാധകർ ഇങ്ങനെ പ്രതിസന്ധിയിൽ നട്ടം തിരിയുന്നുണ്ടെങ്കിലും അവർക്ക് ആശ്വസിക്കാൻ ഒരു വകയുണ്ട്. കാരണം കേരള ബ്ലാസ്റ്റേഴ്സ് വളരെ മോശം അവസ്ഥയിൽ കൂടിയാണ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ തലപ്പത്തിരിക്കുന്നവന്മാരുടെ ഗുണാധികാരം തന്നെയാണ് അതിന് കാരണം. കേരള ബ്ലാസ്റ്റേഴ്സിന്റെ നിലവിലെ സ്ക്വാഡിൽ ഒരു യങ് പ്രോമിസിംഗ് ടാലന്റിന്റെ കോൺട്രാക്ട് 2028 വരെ എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട് എന്ന് ഗോവയിൽ നിന്നുള്ള മാധ്യമപ്രവർത്തനമായിട്ടുള്ള മാർക്കസ് മർഗ്ലോ പറഞ്ഞിട്ടുണ്ട്. അത് ആരായിരിക്കും, എന്തായിരിക്കും, എങ്ങനെയായിരിക്കും എന്നതിനെ കുറിച്ച് വലിയ സൂചനയൊന്നുമില്ല. എബൻ ദാസ് ആണ് എന്ന് പറയുന്നുണ്ട്. അങ്ങനെ ആയാൽ കൊള്ളാം. ഇപ്പം കോൺട്രാക്ട് എക്സ്റ്റെൻഡ് ചെയ്തു എന്ന് പറഞ്ഞ് അധികം അങ്ങോട്ട് സന്തോഷിക്കാൻ പറ്റത്തില്ല. ഇവന്മാരുടെ കുണം വെച്ച് 4 കാശ് കൂടുതൽ ട്രാൻസ്ഫർ ഫീസായിട്ട് ആരെങ്കിലും തന്നു കഴിഞ്ഞാൽ ഇവന്മാർ തൂക്കി വിൽക്കത്തില്ലെന്ന് വല്ല ഉറപ്പുണ്ടോ മക്കളെ? ഇതുപോലെ കോൺട്രാക്ട് എക്സ്റ്റെൻഡ് ചെയ്ത് നമ്മൾ ആഘോഷിച്ച യുവതാരങ്ങളെ റെക്കോർഡ് ട്രാൻസ്ഫർ ഫീസ് വാങ്ങിച്ച് വിറ്റ് തുലച്ച പാരമ്പര്യമാണ് നമ്മളുടെ ക്ലബിന്. ബ്ലാസ്റ്റേഴ്സിൽ ഒരു യുവതാരത്തിൻ്റെ കോൺട്രാക്ട് 2028 വരെ എക്സ്റ്റെൻഡ് ചെയ്തു എന്ന് പറയുമ്പോൾ നമ്മൾ സന്തോഷിക്കുന്നതിനെക്കാട്ടി ഉപരിയായിട്ട് നമ്മുടെ മാനേജ്മെൻറ്റ് സന്തോഷിക്കും. ഇവൻ നന്നായിട്ട് പെർഫോം ചെയ്ത് കഴിഞ്ഞാൽ നല്ല കാശിന് ഇവനെ തൂക്കി വിൽക്കാം എന്നുള്ള ബോധം ഇവന്മാർക്കുണ്ട്. സോ എനിക്ക് സന്തോഷ വാർത്തയായിട്ടാണ് പെട്ടെന്ന് കണ്ടപ്പോൾ തോന്നിയത്. പിന്നെ ഈ പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ തന്നെ ഞാൻ സന്തോഷ വാർത്ത എന്ന് പറഞ്ഞ് തള്ളാമെന്നതാണ്. പക്ഷേ നമ്മുടെ ഒരു ഭൂതകാല ചരിത്രം അന്വേഷിച്ച് പോയി കഴിഞ്ഞാൽ ഇങ്ങനെ കരാറ് പുതുക്കി എത്ര താരങ്ങളെ റെക്കോർഡ് തയ്ക്കി വിറ്റ സാഹചര്യമുണ്ട്. സോ പണം തന്നെയാണ് മുഖ്യം. അധികം സന്തോഷിക്കുന്നില്ല, റിയാലിറ്റിയിൽ നിൽക്കാൻ ശ്രമിക്കാം.